ഇത് പൂമാല ഡാം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു വ്യൂ ആണ്. ഇവിടെ 2 കുതിര നിൽക്കുന്നുണ്ട്. ഇതൊരു കുതിര, ഇത് വേറെ കുതിര. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ള ബോട്ടിങ്ങിനൊക്കെ ഇവിടെ പങ്കെടുക്കാം. പിന്നെ ഇവിടെ പിള്ളേർക്ക് നല്ലൊരു അടിപൊളി പാർക്കുണ്ട്. ഇവിടെ ഫീസൊന്നുമില്ല, ഒക്കെ ഫ്രീ ആണ്. അതെ കുതിര നിൽക്കണ കേട്ടാ. കുതിരയുടെ ആള് ഭക്ഷണം കൊടുക്കാൻ വിളിക്കുന്നുണ്ട്. ഇനി ഇതേ ഇവിടെ ബോട്ടുകളൊക്കെ ഉണ്ട്, കയാക്കിങ് ഉണ്ട്. ഇത് വൃത്തി പോരാ നിനക്ക്? അതാണ് ഇതിൻ്റെ ഭംഗി. ശുദ്ധജലത്തിലെ പായലുണ്ടാവുള്ളൂ, അതറിയില്ല കുട്ടിക്ക്. ഞാൻ ആദ്യം വരുമ്പോഴത്തേക്ക് കാണുന്ന പോലത്തെ ഒരു പടൽ ബോട്ട് മാത്രം ഇവിടെ കണ്ടിട്ടുള്ളൂ. അതൊക്കെ പുതിയതാണ്. ഞാൻ വന്നത് ഫ്ലഡിന് മുന്നോട്ടോ. അതിനുശേഷം ഞാൻ വഴിക്ക് കടന്നിട്ടില്ലേ. അല്ല, ഒരു പ്രാവശ്യം വന്നിരുന്നു, പൂമല വന്നിരുന്നു. ചപ്പാറല്ലേ വരാത്തുള്ളൂ. ഡാമിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോഴുള്ള ഒരു അടിപൊളി നടക്കാൻ പറ്റിയ സ്ഥലം. പൂമല ഡാമിൻ്റെ ഇങ്ങനെ ഒരു ഷെൽസ് അല്ല, ആൾക്കാർ കുറച്ച് ചൂണ്ടാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ പിള്ളേർ അവിടെയാണ്. പിന്നെ ഒരു ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാണല്ലേ എൻട്രി ഡാമിൻ്റെ? അല്ലല്ല, ഇവിടുന്ന് വെള്ളം ഒഴുക്കി വരണം. എൻട്രി ഇവിടെ തന്നെയാണ്. അവിടെ വേറെ വഴി, കാട്ടിലേക്കുള്ള വഴി. പൂമല ഡാം സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ഇത് പൂമല ഡാമാട്ടാ. ചേട്ടന്മാരെ നാട്ടിൽ വരുമ്പോൾ ചേട്ടന്മാരെ ഇറക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എന്ത് ടൈപ്പ് കിളികളാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. കണ്ടിട്ട് എരണ്ടകളാന്ന് തോന്നുന്നുണ്ട്. മറ്റേ ഇനി വെള്ളത്തിലിരിക്കണമെന്നൊരു ധാരണയില്ല കേട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ക്യാമറകൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഇത് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ്. ആ കാണുന്നത് ഫോറസ്റ്റ് ഏരിയയാണ്. മൊത്തം ഫോറസ്റ്റ് ഏരിയ ഒക്കെ തന്നെ. അതിൻ്റെ വാട്ടർ ലെവൽ നോക്കാനും മോട്ടറൊക്കെ വെച്ചുള്ള സ്ഥലം, ഷട്ടറിൻ്റെ ഇത് വെച്ചിട്ടുള്ള സ്ഥലം, ഗിയറൊക്കെ വെച്ചിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴേക്ക് നടന്നു പോകുന്ന വഴിയുണ്ട്. ആ വെള്ളമൊഴുകി പോകണം ഡാമിൻ്റെ പോർഷനിലേക്ക്. നല്ല ഭംഗിയായി കാണാം. തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളമൊഴുകി.